അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ 4 ഘടകങ്ങളെ സൂക്ഷിച്ചാൽ അവന്റെ 2 ലോകവും ദുനിയാവും ആഖിറവും രക്ഷപ്പെടും. ഈ 4 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ നമുക്ക് പിഴവ് പറ്റിയാൽ, അതായത് ജാഗ്രത കാണിക്കേണ്ടിടത്ത് അലസത വന്നുപോയാൽ നമുക്ക് ദുനിയാവും ആഖിറവും നഷ്ടപ്പെടും. അപ്പം ആ 4 ഘടകങ്ങളെ കുറിച്ച് ചെറുതായിട്ട് നമുക്കൊന്ന് വിവരിക്കാം. അതിലൊന്ന് മാത്രമാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ഒന്ന് നമ്മുടെ നഫ്സാണ്, രണ്ടാമത് ദുനിയാവാണ്, മൂന്നാമത് നാം സഹവസിക്കുന്നവരാണ്, നമ്മുടെ കൂട്ടുകാരാണ്, നാലാമത് ഇബ്ലീസാണ്, ശൈത്താൻ ലഅനത്തുല്ലാഹി അലൈഹി. അപ്പോൾ ഒന്നാമത് നാം സൂക്ഷിക്കേണ്ടത് നമ്മുടെ നഫ്സാണെന്ന് പറഞ്ഞത്, നമുക്ക് എല്ലാ നന്മയ്ക്കും സപ്പോർട്ട് ചെയ്യേണ്ട ഒരു ഘടകമാണ് നമ്മുടെ ശരീരം. നമ്മുടെ ശരീരത്തിൽ ആത്മാവുമുണ്ട്, ശരീരമുണ്ട്, റൂഹുമുണ്ട്, ജസദുമുണ്ട്. ഈ ജസദ് നശിക്കാനുള്ളതാണ്, റൂഹ്, ആത്മാവ് ഒരിക്കലും നശിക്കുന്നില്ല. ഇത് അള്ളാഹുവിന്റെ കാര്യങ്ങളിൽ പെട്ടതാണെന്ന് അള്ളാഹു തന്നെ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ആത്മാവ് നമുക്ക് നന്മയിലേക്ക് നയിക്കുമ്പോൾ ശരീരം തിന്മയിലേക്ക് നയിക്കും. അപ്പം ആത്മാവിനെ നമ്മൾ സൂക്ഷിക്കണം. ശരീരത്തിന്റെ ഇഷ്ടത്തിനൊട്ട് നാം പോയാൽ നമ്മൾ 2 ലോകവും നഷ്ടപ്പെടും. ഒന്ന്. രണ്ടാമതിനെപ്പറ്റി വിശദീകരിച്ചുള്ള ഇൻഷാ അല്ലാഹ് ഓരോ ഭാഗങ്ങളായിട്ട് നമ്മൾ പറയുന്നുണ്ട്. അടുത്തത് നമുക്ക് ദുനിയാവാണ്. ദുനിയാവെന്ന് പറഞ്ഞാൽ നാം നല്ലൊരു ക്ലാസ്സിൽ പങ്കെടുത്തു, നല്ല ഒരു ഉപദേശങ്ങൾ ഒരുപാട് നമുക്ക് മനസ്സിലാക്കി, ഇൻഷാ അല്ലാഹ് നാം നന്നാവണം എന്ന് തീരുമാനിച്ചു. പക്ഷേ ഈ സദസ്സിൽ നിന്ന് നമ്മൾ പുറത്തോട്ട് പോകുമ്പോൾ നമ്മൾ എന്തുവരും? കേട്ട കാര്യങ്ങളൊക്കെ മറന്നുപോകും. വീണ്ടും നമ്മൾ പഴയതിലേക്ക് തന്നെ മടങ്ങും. എന്ന് പറയാൻ ഈ ദുനിയാവിന്റെ ഈ ചതിയിൽപ്പെട്ട്, കാരണം ഈ കാണുന്ന നൈമിഷികമായ ഈ ലോകത്തെ കണ്ടുകൊണ്ട് നമ്മൾ പരലോകമാകുന്ന ശാശ്വതമായ ഭവനത്തെ നമ്മൾ മറക്കും. അപ്പം രണ്ടതാണ്. മൂന്നാമത്, നമ്മെ നശിപ്പിക്കുന്നതും നന്നാക്കുന്നതും നമ്മൾ ആരുമായിട്ടാണോ കൂട്ടുകൂടുന്നത് അവരാണ്. നല്ല കൂട്ടുകാരെ കൊണ്ട് നമുക്ക് നന്നാവാൻ പറ്റും. നമുക്ക് കിട്ടുന്നത് മോശപ്പെട്ടവരാണെങ്കിലോ അവരുടെ പാതയിൽ നമ്മൾ പോവും, അവരോടൊപ്പം നമ്മളും നാശമടയും. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇനി 4ാമത്തെ ഭാഗമാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്, ഏറ്റവും പ്രധാനപ്പെട്ട. ഇത് 3 നമ്മുടെ മുന്നിൽ കാണുന്നതാണ്, പക്ഷെ 4ാമത്തെ നമ്മുടെ കണ്ണിൽ കാണുന്നതുമല്ല, നമ്മുടെ പിടിയിൽ ഒതുങ്ങുന്നതുമല്ല. അതാരാണ്? ശൈത്താന്റെ ഷർറാണ്, ഇബ്ലീസിനെ കുറിച്ചുള്ള ഷർറുകളാണ്, ഇബ്ലീസിന്റെ ചതികളാണ്. അപ്പൊ ഇബ്ലീസിനെ കുറിച്ച് നാം ശരിക്കൊന്ന് മനസ്സിലാക്കിയിരിക്കണം. ഇബ്ലീസിനെ കുറിച്ച് നമുക്ക് കേട്ടറിവ് മാത്രമേ ഉള്ളൂ, കണ്ടറിവില്ല. പക്ഷെ അവന്റെ പ്രവർത്തന ഫലങ്ങൾ നമുക്ക് എന്താക്കാം? നമ്മുടെ മുന്നിലുണ്ട്. അപ്പം ഏത് ശത്രുവിനെ നമുക്ക് നേരിടാൻ പറ്റും. എങ്ങനെ? മറ്റുള്ള ശത്രുക്കളെ. ഉദാഹരണം, നമ്മളെ ആരെങ്കിലും ആക്രമിക്കാമെന്ന് നമുക്ക് ആരുടെയെങ്കിലും സഹായം തേടാം. പക്ഷേ ഇബ്ലീസിന്റെ ആക്രമണത്തിന് നമുക്ക് അള്ളാഹുവിന്റെ സഹായമല്ലാതെ വേറൊരു സഹായമില്ല. നമുക്കറിയാം, ഇബ്ലീസിനെ തൊട്ട് കാവല് തോന്നുന്ന 1ാമത്തെ ദുആ ഏതാ? 1ാമത്തെ ദുആ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയാം. ഇബ്ലീസേ, നീ അങ്ങോട്ട് മാറി നില്ലടാ എന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ല. അവിടെ അള്ളാഹുവിനെ നമ്മൾ എന്താക്കുക? മുന്നിൽ നിർത്തിക്കൊണ്ടാണ് കാവൽ ചെയ്തത്. അപ്പൊ അങ്ങനെ കാവൽ ചോദിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനൊക്കത്തുള്ളൂ? ഇബ്ലീസിന്റെ ഷർറിൽ നിന്ന് രക്ഷപ്പെടാനൊക്കത്തുള്ളൂ. നമ്മൾ കഴിഞ്ഞ ഒരു മൊബൈലിന്റെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, ഒരു മൊബൈലിന്റെ പാട്ടൊക്കെ നമ്മൾ അൽഹംദുലില്ലാഹ് അത് വളരെ വൈറലായിട്ടുണ്ട്. എന്താ? രാവും പകലും മൊബൈലിന്റെ മുമ്പിലായി ജീവിതം ഹോമിക്കും കൂട്ടുകാരെ, ഭാവികരി പിടിപ്പിക്കാൻ ഒരിക്കലും ആവില്ല നിങ്ങൾക്കൊന്നോർക്കുതീരെ, കൊച്ചു മനസ്സിന്റെ വാതിൽ തുറന്നത് വെച്ചു തരുന്നു വിഭവമെല്ലാം,
ഇപ്പോൾ മതിയിരിക്കുമെങ്കിലും പിന്നീട് കൈപ്പായി മാറും ഉറപ്പു ചെല്ലാം. ഊണുമുറക്കു പഠിപ്പും ഉപേക്ഷിക്കും, ഉത്സാഹശീലം മറന്നുപോകും. ഏതോ പിശാചിന്റെ കാണാച്ചരടും മേലാടുന്ന പാവക്കിടാങ്ങളാകും. സ്വപ്നലോകത്തെ തടവുകാരായി മാറും, സത്യത്തിൽ മുന്നിൽ പകച്ചുപോകും. നാളത്തെ നൂറ്റാണ്ടിൽ ചെങ്കോല് വാങ്ങും, ആ നീളും ആ കൈകൾ വിറച്ചുപോകും. അതിൽ നമ്മൾ പറഞ്ഞൊരു ഉദാഹരണമുണ്ട്. അതായത് ഒരു കുട്ടി ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നു, ദിക്റ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു, സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരുന്നു. നല്ല സൽസ്വഭാവിയായ ഒരു കുട്ടിയാണ്, നല്ലൊരു സാലിഹായ മകനാണ് അല്ലെ മകളാണ്. ആ കുട്ടിയെ നമ്മൾ വിളിച്ചാൽ, ഉമ്മി വിളിക്കുകയാണ്, ഉമ്മ വിളിക്കുകയാണ്, മകളെ അല്ലെ മകനെ എന്ന് വിളിച്ചാൽ ആ കുട്ടി ഓടി വരും. എന്താ ഉമ്മച്ചാന്ന് ചോദിച്ച് ഓടി വരും. അതേസമയം ആ കുട്ടി മൊബൈലിലൂടെ അരുതാത്തത് കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടിയാണെങ്കിലോ ആ കുട്ടിയെ വിളിച്ചാൽ കേൾക്കത്തില്ല. അഥവാ കേട്ടാലോ അവൻ ദേഷിച്ചായിരിക്കുന്നു, ചിലപ്പോൾ ഒന്ന് അലറിക്കൊണ്ടൊക്കെ വരും, ആ വിളി അവൻ ഇഷ്ടപ്പെടാത്തതിന്റെ പേരിൽ. അപ്പൊ അവിടെ എന്താ നമുക്ക് മനസ്സിലാക്കാം? ഖുർആനും ദിക്റും സ്വലാത്തും ചെല്ലുന്നിടത്ത് ആരുണ്ട്? മലക്കുകളുണ്ട്. മറ്റേടത്ത് ആരുണ്ട്? അതായത് ഈ മൊബൈലിലൂടെ അരുതാത്ത കാണുമ്പോൾ എന്ത് വരും? അവനെ സഹായിക്കാനും അവനിൽ മോശത്തരങ്ങൾ വികാര വിചാരങ്ങൾ ഉണ്ടാക്കാനൊക്കെ പിശാചുക്കളും വരും. അപ്പം അവിടെ ആ രണ്ട് പ്രകൃതിയും അവിടുന്ന് നമുക്ക് മലക്കിന്റെ പ്രകൃതിയെ മനസ്സിലാക്കാം, പിശാചിന്റെ പ്രകൃതിയെ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നമ്മളിവിടെ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ, ഇബ്ലീസിന് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം കൊണ്ട് ഇബ്ലീസിനെ നമ്മൾ പരാജയപ്പെടുത്താൻ അള്ളാഹുവിന്റെ സഹായം കൊണ്ടല്ലാതെ കഴിയില്ല എന്നുള്ളതാണ്. അപ്പൊ അവിടെയാണ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, അള്ളാഹുവിന്റെ ദിക്റ് കൊണ്ടല്ലാതെ ഇബ്ലീസിനെ തകർക്കാൻ പറ്റില്ല. നമുക്ക് അവനെ മറ്റുള്ള ഒരു നശീകരണ ആയുധവും നമുക്ക് ഉപയോഗിക്കാനൊക്കത്തില്ല. അവനെ വെടിവെച്ച് കൊല്ലാനോ ബോംബെറിഞ്ഞ് കൊല്ലാനോ കരിച്ചു കളയാനോ ഒന്നും നമ്മളെ കൊണ്ട് കഴിയത്തില്ല. അപ്പം അവനെ പരാജയപ്പെടുത്താനുള്ള ഒരേ ഒരു മാർഗം അള്ളാഹുവിന്റെ ദിക്റുകളാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഏത് കാര്യത്തിൽ ഇറങ്ങുമ്പോഴും അള്ളാഹിന്റെ ദിക്റിനെ മുന്നിച്ചാൽ അവന്റെ ചതിയിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. നമ്മളൊരു കുട്ടിയെ മദ്രസയിലേക്ക് വിടുകയാണ്, മദ്രസയിലേക്ക് വിടുമ്പോൾ അല്ലെങ്കിൽ സ്കൂളിലേക്ക് വിടുകയാണ്, ഉമ്മയ്ക്ക് ഒരു ബാധ്യതയുണ്ട് അവിടെ. എന്താണ്? ഈ കുട്ടി അങ്ങോട്ട് ഇറങ്ങിപ്പോകുമ്പോൾ നമ്മൾ ആ കുട്ടി നടന്നു പോകുന്നതനുസരിച്ച് നമ്മൾ പറയണം, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. അവിടെ ഒരു തവക്കുല് നമ്മൾ ഏൽപ്പിക്കുകയാണ് അള്ളാഹുവിലേക്ക് ഒരു തവക്കുല്. ആ തവക്കുല്, ആ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന് പറയുമ്പോൾ അള്ളാഹു അവിടെ ഒരു മലക്കിനെ ഈ കുട്ടിയുടെ സംരക്ഷണത്തിന് വേണ്ടി അള്ളാഹു ഇറക്കുകയാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പൊ നമുക്ക് ഇബ്ലീസിന് രക്ഷപ്പെടാനുള്ള ഒരേ ഒരു മാർഗം എന്താണ്? അള്ളാഹുവിൽ തവക്കുലാക്കുക. ഇബ്ലീസ് ഇടപെടാത്ത രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. ഒന്നേതാണ്? ഒന്ന് തവക്കുലാണ്, ഒന്ന് നിയ്യത്താണ്. ഈ രണ്ട് കാര്യങ്ങളിൽ ഇബ്ലീസ് ഇടപെടത്തില്ല. ബാക്കി എല്ലാ പ്രവർത്തനങ്ങളിലും ഇബ്ലീസിന്റെ ഇടപെടലുണ്ടാവും. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.